മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ പാചകവാതക വില വർധനവിൽ പാലക്കാട്ടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. സച്ചിൻ പള്ളിക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. സച്ചിൻ, എന്തായാലും എല്ലായിടത്തും ഈ തരത്തിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. കാരണം പല പ്രതികരണങ്ങൾ രാവിലെ മുതൽ വിവിധ ഹോട്ടലുകളിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ബുധനാഴ്ച ഒരു പരസ്യമായി തന്നെ ഹോട്ടൽ അടച്ചിട്ടൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രതിഷേധം എങ്ങനെയാണ്? ഋഷിഷെ, ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ജീവനക്കാർ കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അതായത് ഗ്യാസ് സിലിണ്ടർ സ്ട്രക്ചറിൽ വെച്ചുകൊണ്ട് റീത്തടക്കം വെച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പാലക്കാട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ NMR ശക്തമായ പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം തന്നെ. ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയായിരിക്കാണ്. ഞങ്ങൾ പൊറുതി മുട്ടി എങ്ങനെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ അറിയില്ല. എന്നിട്ട് എവിടെ കൊണ്ട് അവസാനിക്കുന്ന അറിയില്ല. വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ഹോട്ടലുകാർക്ക് കടയിൽ കച്ചവടം നോക്കേണ്ട ദിവസം ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വരുമോ? അല്ലാത്തൊരു പണിമുടക്കിലേക്ക് അടക്കം കിടക്കാനുള്ള ഒരു തീരുമാനം 6-ാം തീയതി നമ്മൾ സംസ്ഥാനം ഒട്ടാകെ പണിമുടക്കാണ്. ഇതൊക്കെ സർക്കാരുകൾ കണ്ണു തുറന്ന് കാണണം. സർക്കാരുകൾ ഇതിനു വേണ്ടിയുള്ള പ്രതിവിധി ഉണ്ടാക്കണം. കാരണം 85% ഗ്യാസ് ഡൊമസ്റ്റിക് ഗ്യാസാണ്. ഈ 15% കമേഴ്ഷ്യൽ ഗ്യാസ് ഇന്ത്യയിലുള്ളൂ. ഈ 85% ഗ്യാസിനകത്ത് ഇവർ കൊടുക്കുന്നതിൽ ചെറിയൊരു നാമമാത്ര വില വർധന വരുത്തിയ ഈ മേഖലയിൽ എങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് വെറും 1000 രൂപ മാത്രമല്ല, അതിൻ്റെ GST 180, 1180 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇത് ആരെ കൊണ്ട് കഴിയും? ഒരു ദിവസം 2-3 ഗ്യാസ് എടുക്കുന്ന സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താ? ഒരു മാസം 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ബാധ്യതയാവും. ഇത് മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെ കഴിയും? പ്രതിഷേധം എന്തായാലും തുടരും. ഇത് തുടക്കം മാത്രമാണ്. പ്രതിഷേധം തുടരും, അല്ലാതെ നിവൃത്തിയില്ല. എന്തായാലും ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്ന് തന്നെയാണ് KHRA, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള NMR റസാഖും വ്യക്തമാകുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ പൊള്ളുന്ന വെയിലിലും ഹോട്ടൽ ജീവനക്കാർ രംഗത്തെത്തുന്നു. ഹോട്ടൽ ഉടമകളും അതേപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരുമാണ് ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രുചീഷ്. സച്ചിൻ, എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ട്. കാരണം 6-ാം തീയതി എന്തായാലും ഇത് സംസ്ഥാനമാകെ തന്നെ അടച്ചിട്ടുകൊണ്ട് പണിമുടക്ക് സമരത്തിലേക്ക് പോകുമെന്ന് വ്യക്തമാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു സൂചനാ സമരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പോകുന്നത്. വലിയ പ്രതിഷേധം സംസ്ഥാനമാകെ ഉണ്ട്. ഇത് പാലക്കാട് ഈ പ്രതിഷേധം തെരുവിലേക്ക് ഇറക്കി വലിയ പ്രതിഷേധം നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഗ്യാസ് വെച്ച് അതിനു മുകളിൽ ഒരു റീത്ത് വെച്ചുകൊണ്ട് അവരുടെ പ്രതീകാത്മകമായി അവരുടെ ഒരു മരണമണി ആണ് ഈ നീക്കം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ പ്രതിഷേധം ഒന്ന് കാണാം. ഹോട്ടൽ എന്നൊരു പ്രസ്ഥാനം വലിയ പ്രതിഷേധമാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തുന്നത്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും സമാനമായി തന്നെ പ്രതിഷേധം നമുക്ക് കാണേണ്ടി വരും. കാരണം അത് ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിക്കുകയും ചെയ്യുന്നത്. മറ്റു